ഏലിയാക്കാലം 3-ാം വ്യാഴം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജാഗരൂകരായിരിക്കുവിൻ. ഈ ലോകത്തിലെ ഏറ്റവും സുനിശ്ചിതവും അനിശ്ചിതവുമായ കാര്യം ലോകാവസാനമാണ്. അതിനാൽ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കാനും ജാഗരൂകരായിരിക്കാനും ഇന്നത്തെ സുവിശേഷം ആഹ്വാനം ചെയ്യുന്നു. ജാഗരൂകതയോടെ ഉണർന്നിരിക്കുന്നവരാണ് രക്ഷ കൈവരിക്കുക. പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചതാണ് ലോകാവസാന ചിന്ത. എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ലോകാവസാനമായി എന്ന് ചിന്തിക്കുന്നവരും എന്നാൽ ലോകാവസാനമേ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ദൈവിക പദ്ധതി അനുസരിച്ച് സമയത്തിൻ്റെ പൂർത്തിയിൽ ഇതെല്ലാം സംഭവിക്കേണ്ടവയാണെന്നും അതിനാൽ വിശ്വാസികളാരും അതിനെ പ്രതി ഉത്കണ്ഠാകുലരാകേണ്ടതില്ലെന്ന സന്ദേശമാണ് ഈ പ്രഭാതത്തിലുള്ളത്. ഭീകര ദുരിതങ്ങളുടെയും സഹനത്തിൻ്റെയും മാത്രമല്ല, ശക്തമായ സുവിശേഷ പ്രഘോഷണങ്ങളുടെ സമയം കൂടിയാണിത്. ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അന്ത്യം. എത്ര വലിയ കല്ലുകൾ, വിസ്മയകരമായ സൗധങ്ങൾ, ഇതൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുമെന്ന പ്രവചനവും പൂർത്തിയായി. കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കപ്പെടാത്ത ഏത് പ്രസ്ഥാനവും രാജ്യങ്ങളും ചിന്താധാരകളും കാലാന്തരത്തിൽ നശിച്ച് കാലഹരണപ്പെടും. എന്നാൽ യേശുവും അവൻ്റെ പ്രബോധനങ്ങളും ദിനംപ്രതി കൂടുതൽ മിഴിവാർന്ന് ഉജ്ജ്വലിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം അത്ര ലളിതവും സുതാര്യവും സത്യസന്ധവുമായിരുന്നു അവൻ്റെ ജീവിതവും പ്രബോധനങ്ങളും. എന്നാൽ ക്രമേതത്വം കാണിക്കാൻ വേണ്ടി എല്ലാം അറിയുന്ന തരത്തിൽ ജൽപ്പനം നടത്തി നാണം കെടുന്നവരുടെ നാട്ടിൽ വിനയത്തോടെ അറിയാത്തതിനെ തനിക്കറിയില്ല എന്ന് പറയാനുള്ള ആർജവത്വമാണ് അവൻ്റെ വാക്കുകളുടെ ആകർഷണം. ആമേൻ.